ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സഫർ എൻ എസ് ആട്ടോ വ്ളോഗ് എടുക്കുന്നത്. ഓണായിക്കല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ അർജൻറ്റീനൻ്റെ കളി നമ്മൾ ജയിക്കൂലടാ അർജൻറ്റീന. പിന്നെ അല്ലാതെ ചോദിക്കാണ്ടോ? ഇന്ന് ജയിച്ചാൽ ഒരു ബെറ്റ് ഉണ്ടായിരുന്നു ഫസലിന്. വെട്ടുമോ എനിക്ക് ഉറപ്പില്ല. അത് വെട്ടില്ലെങ്കിൽ അങ്ങനെ പറയല്ല. ഗ്രൂപ്പിൽ എമ്മാതിരി ഡയലോഗാ മോനെ. ഫസലിനെ കഴിഞ്ഞിട്ട് വേറെ ആളല്ലോ ഗ്രൂപ്പ് അല്ലേ? അല്ലേ നേരിട്ട് കണ്ടു കടി പാവം കാര്യം പറയണ മനസ്സിലായെന്ന് ചോദിച്ചാൽ പറയുമ്പോൾ പൊട്ടത്തരം പറഞ്ഞാണ്ട് നമ്മളായിട്ട് ഇതാക്കാത്തത് ഉള്ള കാര്യം പറഞ്ഞാൽ പോരെ. അത് സത്യം കേട്ടോ. പറഞ്ഞിട്ട് മനസ്സിലായെന്ന് ചോദിക്കുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം അതൊന്നും പറഞ്ഞെടുക്ക്. കാര്യം കാര്യം പറയാ. ഓനറിയാം, ഓൻ മറിച്ചേക്കാണ് എങ്ങനെയാണല്ലോ ഒക്കെ ടീമിന്റെ റൂള് കാര്യം അത് തൊള്ള തുറക്കാണ്ടാവില്ല. അതേ ഉള്ളൂ ഓന് പറയാൻ. അപ്പം ഇന്ന് എന്തായാലും ഒന്നെങ്കിൽ എന്റെ എന്തായാലും പോവില്ല, അല്ല എന്റെ പോവും. ഞങ്ങൾക്കൊരു സന്തോഷത്തിന് എന്റെ പോവും. ഞങ്ങൾ സന്തോഷം ഞാൻ എന്തായാലും മൊട്ടടി. ഞാൻ ഇപ്പോഴേ അറിയാലോ, ജയിച്ചു ഞാൻ മൊട്ടടിക്കാൻ തീരുമാനിച്ചാ. അല്ല തോറ്റ് കഴിഞ്ഞാല്. കാരണം ഞാൻ എന്തായാലും മുടി ഓൾറെഡി പോക്കാൻ നിൽക്കുക. ഇല്ലല്ലോ നമ്മളെ ടീം നമ്മൾ ഇതുവരെ കരയിപ്പിച്ചില്ല. ഓൻ പറഞ്ഞെന്താ അറിയോ? ഓൻ പറഞ്ഞ എന്റെ മുടി തൊട്ട് കളിക്കിട്ടില്ല. അന്ന് നമ്മളെ വ്ളോഗിന് വേണ്ടിയിട്ട് കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. കണ്ടന്റ് അതന്നെ ഓൻ പറഞ്ഞ് ഞാൻ കണ്ടന്റിന് വേണ്ടിയിട്ട് എന്റെ ചാനലിലേക്ക് അങ്ങനെ പറഞ്ഞത്. നമ്മൾ ഓൻ പറഞ്ഞ് ഞാൻ മുടി വെട്ടില്ല ആദ്യം പറഞ്ഞിക്കല്ലോ. നമ്മൾ പറഞ്ഞ് മുടി വെട്ടുന്ന അത് നമ്മളെത്ര ഫോഴ്സ് ചെയ്താലും ഓൻ പറയണ്ടേ വേണ്ട ഞാൻ വെട്ടൂല. ഓൻ പറയണ്ടേ? ഓൻ അങ്ങനല്ല പറഞ്ഞേ. ഓൻ പറഞ്ഞ് 2 വട്ടം ഞങ്ങൾ ഫോഴ്സ് ചെയ്ത്. ആ വീഡിയോ ഞാൻ വേണമെങ്കിൽ ഇതിന്റെ അടിയിൽ പിൻ ചെയ്തേക്കാം, നിങ്ങൾ കണ്ടാൽ മതി. ഞങ്ങൾ 2 വട്ടം ഫോഴ്സ് ചെയ്തപ്പോൾ 3ാമത്തെ ഓൻ സമ്മതിച്ച്. ഓൻ അങ്ങനെ സമ്മതിക്കല്ലേ. ശരിക്കും ഓൻ വെട്ടൂല, സമ്മതിക്കല്ല വേണ്ടി. ഓൻ പറയണെന്ത് കണ്ടന്റ് ഓൻ മാറ്റാ വിചാരിച്ചില്ല. ഓൻ വിചാരിച്ചെന്താ അറിയോ? ടോട്ടല് പൊട്ടുന്നത് ഓൻ വിചാരിച്ചിട്ടാണ്. ഓൻ അത്ര എത്തൂല വിചാരിച്ചിട്ടാണ് ഓൻ ബെറ്റ് വെച്ച്. സംഭവം ഇതൊക്കെ തിരിഞ്ഞ് ഫൈനലെത്തി. ഞാൻ ഇന്ന് മെസ്സേജ് അയച്ചു, ഇന്ന് എനിക്ക് പേടിയാന്നുണ്ടല്ലേ. ഫൈനൽ എത്തിയപ്പോ നല്ല പേടിയുണ്ട്. എന്താ ഓൻ എന്താ വിട്ടുകൊടുക്കില്ലല്ലോ. ഓൻ പറഞ്ഞു ഞങ്ങള് ജുനൈദ് എല്ലാം കൊണ്ട് എനിക്ക് പേടില്ല. ജുനൈദ് നമ്മളെല്ലാരും ഉള്ള കൊണ്ട് പേടില്ല. ഞാൻ ഒറ്റക്കാണെങ്കിൽ എന്താ പറയാ, എനിക്ക് വെട്ടാൻ ഒരാൾ സപ്പോർട്ടില്ല. ഇതെല്ലാരും ഉള്ള കൊണ്ട് എനിക്ക് പേടില്ല. കാരണം എന്തായാലും വെട്ടു ഉറപ്പാ. കയറി പോവാ. ഞങ്ങൾ ജുനൈദിന്റെ അടുത്ത് എത്തിയിട്ട് കാണാം. ഓനോടെ കണ്ടുപരിച്ചിട്ടുണ്ടല്ലോ. ഓനോടെ കണ്ടുപരിച്ചിട്ടുണ്ട്. ഇത് മസാല കല്ലുമ്മക്കായി, ഇത് ഡ്രൈ കല്ലുമ്മക്കായി, ഇത് സമൂസ, ചെമ്മീൻ. ജുനൈദ് എവിടാ? കടിയുണ്ട്. 2 ചായ മീഡിയം സ്ട്രോങ് കിട്ടോ. എന്റെ പേരെന്താ? മീഡിയം സ്ട്രോങ്. മസാല വേണോ ഡ്രൈ ആണോ? നമ്മൾ ജയിക്കൂലേ? ഉറപ്പല്ലേ? പിന്നല്ലേ ജയിച്ചിരിക്കും. എങ്ങനെ ജയിച്ചിരിക്കുന്നു? അത്രേ ഉള്ളൂ. പൊട്ടിയിരിക്കും. ഇംഗ്ലണ്ട് കേട്ടോ. ആദ്യം അർജന്റീന പിന്നെ ഇംഗ്ലണ്ട്. എന്നിട്ട് ഇപ്പൊ ഇംഗ്ലണ്ടിന് നമ്മൾ പൊട്ടിച്ചപ്പോ ഇവ മറ്റേതിരായി. ഇറ്റലി ആയി അടുത്തതിലാകുക. അങ്ങനല്ലേ? ഞാനങ്ങനെ പറയൂ. എന്റെ സെറ്റല്ലേ? ഇവിടെ ജയിക്കും. കുറെ കാലത്തിന് ശേഷം നമ്മൾ സിനാനെ കിട്ടിട്ടോ. കാരണം എന്താ നമ്മൾ ജയിക്കില്ല സിനാനെ? തീർച്ചയായും നമ്മൾ ജയിച്ചിരിക്കും. നമ്മൾ ജയിച്ചാല് ഫസലിന്റെ മുടി ഉറപ്പല്ലേ? മൊട്ട 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 മൊട്ട. നമ്മളെ ഫസ്റ്റ്
ആസിഫിന്റെ മുടിയും മട്ട അടിക്കാൻ പോവുകയാണ്. നമുക്ക് ആസിഫിന്റെ തല ഒന്ന് കാണാം. നമ്മള് പൊട്ടി കൊണ്ടുപോയോ ഒന്ന് വയസ്സ് കൊണ്ടുപോയി. ഇപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നലെ അർജന്റീന കളി ഉണ്ടായിരുന്നു. നല്ല 8 നിലയിൽ പൊട്ടി. കാരണം ഒന്നാമത് ഒരുമാതിരി കളി അവർ കളിച്ച്. അപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും പറഞ്ഞിട്ടുണ്ട്, അർജന്റീന തോറ്റ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മുടി വെട്ടും. അപ്പോൾ തന്നെ അർജന്റീന ജയിച്ചാൽ ഫസലോൻ്റെ മുടി വെട്ടുമെന്ന്. ഞാൻ മുടി വെട്ടാൻ റെഡിയാണ്. ഇനി ഒരിടത്തേക്ക് പോകണം. ഇന്നലെ ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞ് കാലിക്കറ്റ് കോഴിക്കോട് ബീച്ചിൽ വൺ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും ആട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. പിന്നെ കാരണം എല്ലാവർക്കും നല്ല ഉറക്കം നോക്കുന്നുണ്ട്. 4 മണിക്കാണ് പോരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ വ്ളോഗ് അപ്പം ഇങ്ങനെ എൻഡ് ചെയ്യുന്നു കേട്ടോ. ഷോപ്പിലെത്തിപ്പോൾ രാവിലെ തന്നെ ഷോപ്പിലേക്കും വന്ന് പുറക്കിൻ്റെ കണ്ണ് കണ്ടാൽ അറിയാം, തീരെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഫസലാണെങ്കിൽ അവിടെ സിനാൻ്റെ അടുത്ത് റൂമിൽ നിന്ന്. കാരണം അവനക്ക് ഷോപ്പ് കയറാണ്ട് രാവിലെ. പിന്നെ സഫറും ഞാനും ജുനേദും എൻഎസും പോരുകയും ചെയ്തിട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ മുടി വെട്ടേണ്ടി വരും. കാരണം ഞാൻ പറഞ്ഞതാണല്ലോ, വാക്ക് പറഞ്ഞാണല്ലോ. ഇനിയിപ്പോൾ ആരും അടുത്ത് എത്തിയിട്ട് എന്താണെന്ന് അറിയില്ല. എന്തായാലും വെട്ടേണ്ടി വരും. വെട്ടണ കുഴപ്പമൊന്നുമില്ല, വെട്ടന്നെ. അല്ലാണ്ട് ഇനി ഓരോരുത്തർ എത്തട്ടെ. ഇനി ഓരാണ് ഒരു കരുണ ചെയ്യേണ്ടി. എന്തായാലും നോക്കാം. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്തൊക്കെയോ പറയണമുണ്ട്, ഒന്നും പറയാൻ കിട്ടില്ല. ആകെ ഒരുമാതിരി ഇത്. കാരണം നമ്മൾ ഇത്ര ആഗ്രഹിച്ചു പോയി നമ്മളെ മെസ്സി ഒരു കപ്പ് വെക്ക്. പക്ഷെ എന്ത് ചെയ്യാനാ, പോയില്ലേ. അപ്പോൾ എന്തൊക്കെയോ ഞാൻ പറയണ്ട, എനിക്ക് തന്നെ ഓർമ്മയില്ല.
അപ്പം എന്തൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാം. പിന്നെന്താ, താങ്ക് യു സോ മച്ച് വാച്ചിങ്. ലവ് യു, ബൈ, സി യു.